ഈ പെൺകുട്ടി ചെറിയൊരു ത്രെഡ് യൂസ് ചെയ്ത് വലിയൊരു ബട്ടർ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു നൈഫ് യൂസ് ചെയ്ത് അത് വീണ്ടും ചെറിയ പീസാക്കുന്നു. അതേസമയം അവളുടെ ഓപ്പോണന്റ് ആയ ലേഡി അപ്പോഴാണ് ഗ്ലൗസ് ഇടുന്നത്. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ആ കോമ്പറ്റീഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്നു. അപ്പോൾ ഈ ലേഡി ആൾക്കൂട്ടത്തിൽ നിന്ന് വന്ന ബഹളം കാരണം ശ്രദ്ധ മാറി ബട്ടറിന്റെ ഒരു കോർണർ അറിയാതെ കട്ട് ചെയ്യുന്നു. പക്ഷെ ഇവൾ അല്പം പോലും ശ്രദ്ധ തെറ്റാതെ സമാധാനത്തോടെ സാവധാനം സ്കൾപ്ചർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ടൈം അവസാനിക്കുമ്പോൾ രണ്ടുപേരും ഏകദേശം അവരുടെ സ്കൾപ്ചേഴ്സ് ചെയ്തു കഴിയുന്നു. അവസാനം ആൾക്കൂട്ടം മുഴുവനും കൗണ്ട് ഡൗൺ തുടങ്ങിയതും ആ കോമ്പറ്റീഷൻ അവസാനിക്കുന്നു. നോക്കുമ്പോൾ ആ പെൺകുട്ടി ഒരമ്മ തന്റെ കുഞ്ഞിനെ കയ്യിൽ വെച്ചിരിക്കുന്നത് പോലെ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കിയിരിക്കുന്നു. അതേസമയം ഈ ലേഡി ഒരു ചരിത്ര നിമിഷത്തെ സ്കൾപ്ചർ ആക്കിയിരിക്കുന്നു. ആ രണ്ടുപേർക്കും എല്ലാവർക്കും ഇഷ്ടമാവുന്നു. അതിനുശേഷം അടുത്ത ദിവസം റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതും എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഈ ലേഡി മാത്രം തോൽക്കുമെന്ന പേടി കാരണം കുറച്ചു നേരം കൂടി അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷെ രാത്രി അവരുടെ ഹസ്ബൻഡ് അവിടേക്ക് വന്ന് ഒരു ഫയർ ടോർച്ച് വെച്ച് ആ പെൺകുട്ടിയുടെ സ്കൾപ്ചറിലെ കുഞ്ഞിന്റെ ഫേസ് മെൽറ്റ് ആക്കുന്നു. അടുത്ത ദിവസം ആ കുട്ടിയും പാരന്റ്സും അവിടെ വന്ന് അത് കണ്ടതും ഷോക്ക് ആവുന്നു. ഉടനെ ആ കുട്ടിയുടെ അച്ഛൻ അവരോടത് ശരിയാക്കാൻ കുറച്ച് സമയം ആവശ്യപ്പെടുന്നു. പക്ഷെ കോമ്പറ്റീഷൻ ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് അത് അലോ ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നു. ഈ ലേഡി താൻ തന്നെ ജയിക്കുമെന്ന് കോൺഫിഡന്റ് ആയിരിക്കുന്നു. പക്ഷെ ജഡ്ജ് വന്ന് ആ പെൺകുട്ടിയാണ് വിന്നർ എന്ന് പറയുന്നു. ആക്ച്വലി ഇതുവരെയും അവിടെ സ്കൾപ്ചർ ചെയ്ത എല്ലാവരും നോർമലായ കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്തിരുന്നു. പക്ഷെ അവളുടെ സ്കൾപ്ചറിലെ ഉരുകിയ കുഞ്ഞിന്റെ ഫേസിൽ ആഴത്തിലുള്ള ഒരു മീനിങ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ എതിരാളിയുടെ ചതി കാരണം അവൾ ആ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു.